ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. ലൈക്ക് ചെയ്താലേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ അനക്കം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇന്നലത്തെ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ വ്ളോഗാണ് ഇന്ന്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ നല്ല അടിപൊളി ബൂരിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവർ ഒന്ന് പോയി കണ്ടിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത ബൂരിയും അതുപോലെ തന്നെ നല്ല ഒരു പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയും കൂടെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ ഉച്ച വരെയുള്ള വ്ളോഗാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള റെസിപ്പീസും അതുപോലെ കുറച്ച് കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തേത്. അപ്പം നല്ല അടിപൊളി മുട്ട റോസ്റ്റ് ആയിരുന്നു ഇന്നലത്തെ കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവർ ഓടിപ്പോയി കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ ഇതാ ഇന്നലത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഉച്ചയൊക്കെ ആകാറായപ്പോഴത്തേക്കിനും ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് തണ്ണിമത്തം മുറിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എടുത്ത് വെളിയിൽ വെച്ചിരുന്നു തണുപ്പ് പോകാൻ വേണ്ടി. മോൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ തണുപ്പ് പോകണമല്ലോ, അല്ലെങ്കിൽ അവൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കും കേട്ടോ തണുപ്പോട് കൂടി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ തണ്ണിമത്തനൊക്കെ കഴിക്കുകയാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കളറ് കാണുമ്പോഴേ അറിയാമല്ലോ അല്ലേ. നല്ല കുരുണ്ട്, പക്ഷേ എങ്കിലും നല്ല മധുരമുള്ള തണ്ണിമത്തനായിരുന്നു കേട്ടോ. അപ്പം തണ്ണിമത്തനൊക്കെ കഴിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, പുതിയൊരു ട്രൈപോഡ് മേടിച്ചു. അപ്പോൾ ആ ട്രൈപോഡ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പഠിച്ച് വരുന്നതുകൊണ്ട് രാവിലെ വ്ളോഗ് എടുക്കാൻ നല്ല താമസമൊക്കെ ആയിരുന്നെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ട്രൈപോഡ്. അപ്പോൾ നല്ല ട്രൈപോഡാണ്. എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സാധനം കൊള്ളാം. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിലും കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി വയ്ക്കാം. അപ്പോൾ ഈ ഇരിക്കുന്നതിലും ഒരു കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ കുക്കിംഗ് വീഡിയോസ് എടുത്തത് കൊണ്ട് കറക്റ്റ് ആ ഒരു ഹൈറ്റിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് എടുക്കാനായിട്ട് ഈസി ആയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്താൽ ഷോർട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും. അപ്പം നല്ല അടിപൊളി ഒരു ട്രൈപോഡാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അതുകൊണ്ട് ലിങ്കൊന്നുമില്ല. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു ഇതിൻ്റെ ലിങ്ക് ഒന്ന് തരാമോന്നേ. അപ്പം ലിങ്കൊന്നുമില്ല. ഇത് കടയിൽ നിൽക്കാൻ എനിക്ക് സർപ്രൈസ് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ട്രൈപോഡാണ്. അപ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. നല്ല പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം. എല്ലാ വീഡിയോസും എടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പം ഞാൻ ഇരുമ്പും പുളി അരിഞ്ഞ് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉണങ്ങി കിട്ടി. പിറ്റേ ദിവസം കൂടെ അപ്പോൾ ഇന്നുകൂടെ ഉണക്കിയിട്ട് അച്ചാർ വയ്ക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പം അത് ഉണങ്ങാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഉണങ്ങിയിട്ട് കുറച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാടിയതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഞാൻ അരിഞ്ഞിട്ടാണ് ഉപ്പിട്ടിട്ട് വയ്ക്കുന്നത്. അരിഞ്ഞിട്ട് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ഇപ്പം നല്ല വെയിൽ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു തുണിയിൽ അങ്ങ് നിരത്തി അങ്ങ് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഒത്തിരി ഇരുമ്പുളി ഉണ്ടായിരുന്നേ. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ ഉണക്കി അച്ചാറിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഉണക്കാതെ അച്ചാറിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണക്കിയിട്ടിടാന്ന്. ഒരു പ്രാവശ്യം ഞാൻ അനിയത്തി ഗർഭിണിയായപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് ഇതുപോലെ ഉണക്കി അച്ചാറിട്ട് കൊടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പുളിയൊക്കെ ഉണങ്ങാനായിട്ട് മുകളിലിട്ടിട്ട് വന്നു കേട്ടോ. നല്ല വെയിൽ കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിൽ ബാക്കി ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ നോക്കാവേ. അപ്പോൾ ഇതാ ചോറ് കുറച്ചങ്ങ് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെന്തോ നോക്കുമായിരുന്നു കേട്ടോ. വെന്തിട്ടില്ല. അപ്പോൾ ഉമ്മച്ചി ഇത് അച്ചിങ്ങായും അതുപോലെ അച്ചിങ്ങായും സവോളയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് തോരൻ വെക്കാൻ വേണ്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ ഇക്ക എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇക്ക താമസിച്ചാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. രാത്രിയിൽ കടയൊക്കെ അടച്ചിട്ട് വരുമ്പോൾ താമസിക്കും. അതുകൊണ്ട് ലേറ്റായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നതും. അപ്പോൾ ഇതാ എഴുന്നേറ്റ് വരുന്നുണ്ട്. ആ സമയത്ത് ഞാനോർത്ത് ബൂരി ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ബൂരി ഉണ്ടാക്കാൻ കയറിയപ്പോൾ മോള് സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. അവൾക്കത് തന്നെ പരത്തണം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ചൂടെണ്ണയൊക്കെ വെച്ചേക്കുന്നുണ്ട്. എനിക്ക് പേടിയാണേ. അപ്പോൾ ഇതാ ഞാൻ മാറിപ്പോന്ന് പറഞ്ഞിട്ട് എവിടെ. പിന്നെ ഉമ്മച്ചി പറഞ്ഞു നമുക്ക് വെളിയിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ അവളെ അങ്ങ് എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ഞാൻ ബൂരിയൊക്കെ പരത്തിയിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഗോതമ്പ് പൊടിയും മൈദ മാവും തൈര് അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇട്ടാൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തില്ല. നല്ല പൊങ്ങിയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ബേക്കിംഗ് പൗഡറും ഉപ്പും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് കുഴച്ച് ഒരു മണിക്കൂറോളം വെക്കണം കേട്ടോ. ഇപ്പോൾ ഇക്ക എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഒരു 3-4 മണിക്കൂറായി ഇത് കുഴച്ച് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ നന്നായിട്ട് കിട്ടി. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ചുട്ടപ്പോഴും നന്നായിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിന് തൊട്ട് മുമ്പത്തുള്ള വ്ളോഗ്. അപ്പോൾ റെസിപ്പീസ് വേണമെങ്കിൽ ഓടിപ്പോയി അതൊന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബൂരിയൊക്കെ ഒന്ന് ചൂടോടുകൂടി പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പരത്തി അങ്ങ് ഇടുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ഭൂരി. അപ്പോൾ ഇതൊക്കെ അടുക്കളയിലോട്ട് വന്നു. അങ്ങനെ ഇതാ ഭൂരിയൊക്കെ ചുട്ട് എടുത്തു കേട്ടോ. ഞാൻ ചുട്ടെടുത്തു. ലാസ്റ്റത്തെ ഭൂരി കോരി എടുക്കുകയാണേ. അങ്ങനെ ഇക്കതാ വന്നിട്ട് ആ ഭൂരിയും കൂടെ ഒന്ന് കോരി എടുക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ക്യാമറയിലൊന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇക്കായെ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭൂരി കോരി എടുപ്പിക്കുകയാണേ. അപ്പോൾ ഇതാ ഭൂരിയൊക്കെ കോരിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കഴിക്കാൻ കൊടുക്കാം. ഞങ്ങളെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ ഇക്ക മാത്രമേ കഴിക്കാനായിട്ടുള്ള. അപ്പോൾ ഇക്ക കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇതാ ഞാൻ ഭൂരി കൊണ്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മുട്ടക്കറി, നമ്മുടെ പാലൊക്കെ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറി. അപ്പം ഇതുപോലെ മുട്ട റോസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഭൂരിക്കൊക്കെ പറ്റുന്ന അടിപൊളി മുട്ട റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണണമെങ്കിൽ തൊട്ട് മുമ്പത്തെ വ്ളോഗ് പോയി കണ്ടാൽ മതിയേ. അപ്പോൾ ഇതാ നല്ല മുട്ട റോസ്റ്റും ഭൂരിയൊക്കെ ചൂടോട് കൂടി കൊടുത്തു കഴിക്കുകയാണേ. അപ്പം ഇക്ക കഴിക്കാനിരിക്കുമ്പം മോളും കൂടെ കഴിക്കും. അവൾക്ക് അതൊരു പതിവാണ്. പക്ഷേ ഇന്ന് ഭൂരി ആയതുകൊണ്ട് അവൾക്ക് വിശക്കുന്നില്ല, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ തണ്ണിമത്തനും കഴിച്ചല്ലോ, അതുകൊണ്ട് അവൾ മേടിക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഇക്ക കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കിനും അവൾ എടുത്തു കൊടുക്കാനും അവൾക്ക് കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ അവൾ അവിടെ നിന്ന് തണ്ണിമത്തനൊക്കെ എടുത്ത് പാത്രത്തിൽ ഇരുന്നേന് ഇക്ക പറഞ്ഞത് മാറ്റി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവളെ എടുത്ത് അപ്പോൾ തോണ്ടിയിരുത്തി കേട്ടോ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ ഇപ്പം ഇവൾ ഈ വീട് മൊത്തം ഓടി നടന്ന് ബഹളം ഉണ്ടാക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതൊക്കെ നമ്മുടെ നേരത്തെ ഇട്ട വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവളും അവിടെ ഇരുന്ന് കഴിക്കുന്നില്ല, ചുമ്മാ ഇരുന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇക്ക കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കടയിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നമുക്കൊരു ഹോട്ടലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉച്ച സമയത്തൊക്കെ പോയാൽ മതി. ജോലിക്കാരൊക്കെ ഉണ്ട്, അവർ രാവിലെ തൊട്ടേ പണിയൊക്കെ തീർത്ത് വെച്ചോളും. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും ബിരിയാണിയൊക്കെ ഉണ്ട്, അതൊക്കെ വിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇക്ക ഉച്ചയൊക്കെ ആകുമ്പോൾ പോകും. അപ്പോൾ അതാ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ മോൾക്ക് ഇക്ക പോകാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര കരച്ചിലാണ് വണ്ടി കയറാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവളെ വണ്ടി കയറ്റിയിട്ട് നമ്മുടെ വീടിൻ്റെ പുറകിൽ കൊണ്ടുവന്നിട്ട് ഇറക്കും. എന്നും അവളുടെ ഒരു പതിവാണ് അത് കേട്ടോ. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അവൾ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ വണ്ടിയിലൊക്കെ കയറിയതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കും. ഇല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും, കാറി കൂവിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ വണ്ടി കൊണ്ടുവന്ന് പുറകിൽ കൊണ്ട് നിർത്തി. എന്നിട്ടും ഇറങ്ങാനൊക്കെ മടിയാണ്. പിന്നെ ഒരു വിധത്തിൽ ഞാൻ ഇറക്കിക്കൊണ്ട് പോന്നു. കടയത്തേന് തേങ്ങയൊക്കെ റെഡി ആയിക്കൊണ്ട് പോകും. തേങ്ങ പൂളി എടുത്തുകൊണ്ട് പോകും കേട്ടോ, അവിടെ കറിക്ക് അരയ്ക്കാനും അതുപോലെ തന്നെ ചിക്കൻ്റെ മസാലയ്ക്ക് ഇടാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് ആ ഒരു വണ്ടിയിലിരിക്കുന്നത്, കവറിലിരിക്കുന്നത്. അപ്പോൾ മോൾ അതൊക്കെ എടുത്ത് നോക്കുവാണ്, അതൊക്കെ എടുക്കുവാണ്. പിന്നെ ഞാനിത് അവളെ എടുത്തു, സമയം പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അവളെ എടുത്തു. അങ്ങനെ ഇക്ക കടയിലേക്ക് പോയി കേട്ടോ. ഇനിയിപ്പം കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത്, സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു 4 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഇക്കായും വരുന്നത് ചോറിനാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ പോകുന്നത് കൊണ്ട് വിശക്കത്തില്ല, ഉച്ചയാകുമ്പോഴാണല്ലോ രാവിലത്തെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 മണിയൊക്കെ ആവും ഇനിയിപ്പോൾ ചോറുണ്ണാൻ വരുമ്പം. അങ്ങനെ ഇക്ക പോയ പുറകെ ഇവൾ ഓടി പോവാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിൽ കയറി ആൾക്ക് പോകാനായിട്ട്. കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, മക്കളുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അന്നൊക്കെ നമുക്ക് സ്കൂട്ടറായിരുന്നു ഉണ്ടായിരുന്നത്, മറ്റേ സ്കൂട്ടറല്ലല്ലോ ബൈക്ക്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കയറിയിട്ട് ഐഷുമോളിരുന്ന് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവൾക്കും ഇങ്ങനെ പുറത്ത് ചുറ്റി നടക്കണം, വണ്ടിയിലൊക്കെ കയറി പോകണം. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ അവളെ അകത്ത് കയറ്റി. അപ്പോൾ ഇതാ ഉമ്മച്ചി പാത്രമൊക്കെ ഉണങ്ങാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പുറത്ത് നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ ഇതുപോലൊരു ഷീറ്റ് വിരിച്ചിട്ട് പാത്രം ഉണങ്ങാൻ വെക്കും. അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം ഇതാ മോള് ആര് പുറത്തോട്ടിറങ്ങിയാലും അവളും ഇറങ്ങും. നല്ല വെയിൽ കാരണം ഉമ്മച്ചി ഇതാ പെട്ടെന്ന് കയറ്റി വിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് വാപ്പിച്ച് കവലയിൽ പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നു. നമുക്ക് കറി വെക്കാനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നേ. ഒരു മീൻകാരി ഇതുപോലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇതുവഴി പോകുന്നതാണ്. പക്ഷേ ഇന്ന് പുള്ളിയെ കണ്ടില്ല, അതുകൊണ്ട് ഇപ്പം മീൻ മേടിച്ചുകൊണ്ട് വന്നു, കവലയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നു. ആ കൂടെ ഇവൾ ഐസ്ക്രീമും മിഠായി ഒക്കെ പറഞ്ഞു വിടും കേട്ടോ. അപ്പോൾ വാപ്പിച്ച് ഐസ്ക്രീം മേടിച്ചുകൊണ്ട് കൊടുത്തു അവൾക്ക് കേട്ടോ, മറ്റേ ചോക്കോബാർ. അങ്ങനെ അവൾ അതവിടെ ഇരുന്ന് കഴിക്കുകയാണ്, ഐസ്ക്രീം കിട്ടിയതിൻ്റെ ഹാപ്പിനെസ്. അങ്ങനെ അതവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് കറി വെക്കാനായിട്ട് കിട്ടിയത് അയിലയാണ് കേട്ടോ. നാടൻ അയിലയൊന്നുമല്ല, അതിൻ്റെ കണ്ണൊക്കെ കണ്ടിട്ട് നാടനല്ലായിരുന്നു. പൊരിക്കാനായിട്ട് കൊള്ളാം കേട്ടോ, കറി വെച്ചിട്ട് അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു ഈ അയില. എന്തായാലും ഇതാ വെട്ടിയൊക്കെ എടുത്ത് കറി വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നാടൻ അയില ഇങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ണൊക്കെ കണ്ടിട്ട് നാടൻ അയിലയും മറ്റേ വേറൊരു അയിലയില്ല, അതെല്ലാം കൂടെ കൂടിച്ചേർന്നാന്ന് ഞാനും ഉമ്മച്ചിയും കൂടെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മോളവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് ഞാനും കൂടി ഇച്ചിരി മേടിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ അവൾ തന്നെ മാത്രം തിന്നാൽ പോരല്ലോ. അങ്ങനെ ഞാനും കൂടി ഇച്ചിരി ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിഞ്ഞു. എന്തായാലും കുറച്ചൊക്കെ തിന്നുകൊണ്ടായിരിക്കും കരയാഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കാൻ പോകുമ്പോൾ കരഞ്ഞേനെ. ഐസ്ക്രീമും മിഠായിയൊക്കെ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇച്ചിരി മേടിച്ചൊക്കെ കഴിച്ചു. അതിനുശേഷം നമുക്കിനി ഇപ്പോൾ ഇവളിവിടെ ഇരുന്ന് മീൻ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ പോയിട്ട് മീൻ വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ പിന്നെ മീൻ വെട്ടുന്നതിൻ്റെ നടുക്കോട്ട് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മീനൊക്കെ ഒന്ന് വെട്ടിയെടുത്തുകൊണ്ട് വരാം കേട്ടോ. നല്ല ഈച്ച ശല്യമുണ്ട്. ഈ ചക്കയുടെയൊക്കെ സീസൺ ആകുമ്പോൾ ഈച്ച വരുമെന്ന് പറയുന്നത് കറക്റ്റാണല്ലേ, ഭയങ്കര ഈച്ചയുടെ ശല്യമാണ്.
പിന്നെ ഈച്ച വന്ന് മീനിലിരുന്നുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, ഇതിൻ്റെ അകത്ത് അമോണിയം ഒന്നും ചേർത്തിട്ടില്ല, കെമിക്കലൊന്നും അടിച്ചിട്ടില്ല എന്ന് ഒരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈച്ചയൊന്നും വരത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഫ്രൂട്ട്സിലാണെങ്കിലും മീനിലാണെങ്കിലും നമ്മൾ ഈച്ച വന്നിരിക്കുന്ന സാധനം കൊള്ളാമെന്നാണ് പറയുന്നത്. എന്തായാലും അതുകൊണ്ട് ഈച്ചേനെ അങ്ങ് ഓടിച്ചു വിട്ടിട്ട് ദാഹത്തോട്ട് മീൻ കൊണ്ടുവന്നു, ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. കുറച്ച് പൊരിക്കാമെന്ന് ഓർത്തു, പിന്നെ കുറച്ച് കറി വയ്ക്കാമെന്ന് ഓർത്തു കേട്ടോ. എല്ലാവർക്കും പൊരിക്കുന്നതാണ് ഇഷ്ടം, കറി വയ്ക്കുന്ന ആർക്കും അത്ര താല്പര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചാറുകറി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതാ പൊരിക്കാനായിട്ട് നോർമൽ മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നല്ലോ അല്ലേ, പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കുക കേട്ടോ പുളിക്ക്. എല്ലാം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു കാണാനൊരു രസമായിരിക്കും കേട്ടോ. പുരട്ടി വെച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല, മീൻ്റെ അകത്ത് തന്നെ വെള്ളം കാണുമല്ലോ. അപ്പോൾ ഇതാ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് മസാല നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് മീനൊക്കെ ഇട്ടിട്ട് പുരട്ടി വയ്ക്കാവേ. അപ്പോൾ ആദ്യം തന്നെ ഇതങ്ങ് പുരട്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് പോരാൻ തോന്നിയുകൊണ്ട് കുറച്ച് ഉപ്പൂടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഈ ഒരു മീനൊക്കെ നന്നായിട്ട് പുരട്ടിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോഴത്തേക്കിനും മസാല നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഈ മീൻ പൊരിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ആർക്കെങ്കിലും ഈ മസാല അറിയത്തില്ലെങ്കിലോ എന്നോർത്ത് പറഞ്ഞാണ് കേട്ടോ. പെരിഞ്ചീരകം, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ മീനിൽ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പൊരിച്ചെടുക്കുമ്പം പ്രത്യേകിച്ച് അയിലയൊക്കെ പൊരിക്കുമ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഇടുന്നത് നല്ലതാണ്. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഉണ്ടാവാതിരിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മീനൊക്കെ ഞാനിതാ ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ഇനി കറി വെക്കാനുള്ള മീൻ ഞാൻ ആ ഒരു മീൻ പൊരിക്കാൻ വേണ്ടി പുരട്ടി ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മറ്റേ മീനിരുന്ന ചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം മീൻ കറി വെക്കാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ നമ്മുടെ സ്റ്റൈലിലൊരു മീൻ കറി കേട്ടോ. അപ്പോൾ അത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ചട്ടി വെച്ച് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് കുടംപുളി കൊണ്ടാണ് നമ്മൾ മീൻ കറി വെക്കാറ് ഇവിടെ കോട്ടയത്തൊക്കെ. അപ്പം കുടംപുളി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് ആദ്യം തന്നെ അങ്ങ് മാറ്റി വയ്ക്കണം കേട്ടോ. കുറച്ചൊന്ന് കുതിർന്ന് കിട്ടണം. ഇനി നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉലുവ ഇങ്ങിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഉലുവ ഇടാൻ ഇഷ്ടമില്ല, ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പൊടികളിടുന്ന കൂട്ടത്തിൽ ഉലുവയുടെ പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞങ്ങളിവിടെ ഉലുവ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, കുറച്ച് ഉള്ളി മതിയേ, ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തു ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ചതച്ചൊരു കണ്ടെയ്നറിലാക്കി വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ സമയത്ത് ചതയ്ക്കാനും അരിയാനും ഒക്കെ നിന്നാൽ സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അവൾക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവൾക്ക് സ്ഥിരമായിട്ട് കുളിക്കുന്നതാണ്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ കുളിക്കാൻ വേണ്ടി തന്നെ പോയി വെള്ളം തുറന്ന് വെച്ച് തലേ വെള്ളം കൂരി ഒഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, കുളിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കരയാണ് കേട്ടോ. ഉമ്മച്ചി കുളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഉമ്മി മതി എന്ന് പറഞ്ഞ് കരയുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വിട്ടേരെ, ഞാൻ പോയി കുളിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആ പൈപ്പിൻ ചോട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മീൻകറിയുടെ ആ ഒരു ഉള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. മുളക് പൊടി നമുക്ക് കുറുകൽ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം മല്ലിപ്പൊടിയും ഞാൻ ചേർക്കത്തുള്ളേ. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം, ലേശം, ഒരു 1/2 ടീസ്പൂണിന് താഴെ മാത്രം കേട്ടോ. ഒത്തിരി ഇട്ടാലും കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ അത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ പുളിവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പം പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിത് എത്ര മാത്രമേ വെള്ളം വയ്ക്കുന്നുള്ളൂ കേട്ടോ. ഒത്തിരി വെള്ളമൊന്നും വേണ്ട. ഇവിടെ മുളക് കറി ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ചാറൊന്നും ആരും കൂട്ടുകയില്ല കേട്ടോ. അതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം കല്ലുപ്പാണ് മീൻ കറിക്ക് നല്ലത്. കുറച്ച് ഉപ്പ് മുമ്പിട്ട് നിൽക്കുന്നതല്ലേ മീൻ കറിക്ക് നല്ലത്. അതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് മീൻ കറിക്ക് ഇടുന്നത്. അങ്ങനെ ഇതാ കല്ലുപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇതാ പെരയ്ക്കാമൊക്കെ തൂത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ തിള വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്താൽ മതി. ആ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ആ കറിയിലോട്ട് ചാറിലോട്ട് ഇറങ്ങട്ടെ. അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചപ്പോഴത്തേക്കിനും ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. എല്ലാവരും മീൻ കറി വെക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എങ്കിലും ബിഗിനേഴ്സൊക്കെ ഒന്ന് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഫുൾ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ മീനിട്ട് കൊടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് അവിടെ ഇരുന്ന് വേവട്ടെ. എന്നിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കാമെന്ന് വെച്ച് അവിടെ വെച്ചേ.
അപ്പോൾ മോള് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പൈപ്പ് ചോട്ടി നിൽക്കുകയാണ് കുളിക്കാനായിട്ടെന്ന്. അങ്ങനെ ഇനിയിപ്പോൾ അവളുടെ ഡ്രസ്സെല്ലാം മാറിയിട്ട് അവളെ ഒന്ന് കുളിപ്പിക്കട്ടെ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാനായിട്ട്. ഈ ഒരു പ്രായത്തിൽ അതൊക്കെയാണല്ലോ ഇഷ്ടം, വെള്ളവും മണ്ണും ഒക്കെയാണല്ലോ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ എന്തായാലും എണ്ണയൊക്കെ വെച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് മുമ്പേ തലയിൽ കയറി വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് നല്ല ജലദോഷമുണ്ട് കേട്ടോ. ഈ തണുത്ത സാധനങ്ങളെല്ലാം കഴിക്കും, ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തൈര് എടുത്ത് കുടിക്കും, അതുപോലെ തണ്ണിമത്തനൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മാഷിക്ക് കരഞ്ഞ് മേടിച്ച് കഴിക്കും, എന്നിട്ട് ജലദോഷവും. ഇപ്പം നല്ല ജലദോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കുളിപ്പീരൊക്കെ കഴിഞ്ഞ് തലയൊക്കെ തോർത്തി കൊടുത്തു. തല തോർത്തി മിക്കവാറും എൻ്റെ കൂടെയാണ് കുളിക്കുന്നത് കേട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തലയിൽ കെട്ടി വെക്കുമല്ലോ, അത് കാണുമ്പോൾ അവൾക്കും അതുപോലെ തലയിൽ കെട്ടി വെക്കണം. അതുകൊണ്ട് അവളെ ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തലയിൽ കെട്ടി വെച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ തോർത്തൊക്കെ തലയിൽ കെട്ടിയിട്ട് ആൾ നടക്കുകയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ടു, തോർത്തൊക്കെ കെട്ടി നടക്കുകയാണ്. ഇനിയിപ്പോൾ ആ തോർത്തിൻ്റെ ഭാരമാണെന്ന് തോന്നുന്നു തലയ്ക്ക് കേട്ടോ. ഇനി തന്നെ അത് അഴിച്ച് കളയുന്നുണ്ട്. അപ്പം അവളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം കുളി കഴിഞ്ഞപ്പോൾ തൊട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഉറങ്ങാൻ വേണ്ടിക്കുള്ള കരച്ചിലാണ്. പക്ഷെ ഉറങ്ങുമോ അതുമില്ല. എന്നിട്ട് ഇപ്പോൾ എല്ലാവരെയും കൊണ്ട് തോർത്ത് കെട്ടിയതും കുളിച്ചതും ഒക്കെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ ഉമ്മച്ചീനെ മാപ്പിച്ചീനെയൊക്കെ. അങ്ങനെ ഇതാ തോർത്ത് അവിടെ വഴിയിൽ ഊരിയിട്ട് ഞാൻ കസേരയിൽ കൊണ്ട് സാധാരണ വിരിച്ചിടുന്നതാണ്. ഇന്നെന്തോ പറ്റിയോ വേറെ എന്തോ പ്ലാനിങ് ഉണ്ടായിരുന്നു മുറിയിലോട്ട് കയറിയിട്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഊരിയിട്ടിട്ട് അവൾ പോയി. അപ്പം നമ്മുടെ മീൻ കറിയും അതിൻ്റെ ഇടയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട് കറി. ഇനിയിപ്പം ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മുളക് കറിയല്ലേ, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അങ്ങ് അടച്ച് വെച്ചേക്കാം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ചോറുണ്ണാൻ നേരം എടുക്കാം. അപ്പോൾ ഇതാ മീൻ കറി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീനും കൂടെ അങ്ങ് പൊരിച്ചേക്കാം. മോള് വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. അവൾ കരയാൻ വേണ്ടി തുടങ്ങി. കരച്ചിലും ചിരിയും എല്ലാം ഒറ്റ ഫ്രെയിമിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, കരയുകയും ചെയ്യും, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ചിരിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ അന്ന് ആശ്വസിപ്പിച്ചു. നമുക്ക് മീൻ പൊരിച്ച് ചോറുണ്ണാന്നൊക്കെ പറഞ്ഞു. രാവിലെ പൂരി കഴിച്ചുകൊണ്ട് തന്നെ അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതാണ് കരഞ്ഞത്. ചോറ് ഫുള്ള് കഴിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൾ വിശന്നിട്ടാണ് കരഞ്ഞതെന്ന്. പിന്നെ ഉറക്കവും വരുന്നുണ്ട്, പക്ഷേ ഉറങ്ങിയിട്ടൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് കിടന്നുറങ്ങും, ചില ദിവസം ഉറങ്ങത്തുമില്ല. അവൾ ഉറങ്ങുമോ അവൾ എന്തൊക്കെ ചെയ്യണമെന്ന് അവൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ കൊണ്ട് കിടത്തിയാലും ചില ദിവസങ്ങളിലൊന്നും ഉറങ്ങത്തില്ല കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ ഞാനൊന്ന് പൊരിക്കാനിട്ടു, ഞങ്ങൾക്കുള്ളതൊക്കെ പൊരിക്കാനിട്ടു കേട്ടോ. അങ്ങനെ മീനും കൂടെ പൊരിച്ച് ചോറിനാന്ന് വിചാരിച്ച് മോൾക്ക് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ, ചിരിയും കരച്ചിലും കൂടെ ഒരുമിച്ച് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് അവളുടെ കള്ളത്തരം. ചിരിയും കരച്ചിലും ഞാൻ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണേ. കരയും ചെയ്യും ചിരിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഇതാ മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഈ ഒരു കാസ്റ്റേൻ്റെ പാത്രം ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. നല്ല പാത്രമാണ്, മീനൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അപ്പം ഇതുപോലെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഈ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതുപോലെ എണ്ണ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണ്ടി മാത്രമേ ഉള്ളൂ നമ്മൾ മീനിട്ട് കൊടുക്കാവുള്ളേ, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതാ മീനും പൊരിച്ചു. ഞാൻ അവളുടെ ചോറൊന്ന് വിളമ്പി എടുക്കുകയാണ് കേട്ടോ. ഒന്ന് ചൂടാറി കിട്ടട്ടെ, ചൂടുണ്ട് ചോറിനെ. അപ്പം ചോറ് സ്റ്റീൽ കലത്തിൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് ചൂട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതാ ഞാൻ അവളുടെ ചോറെടുത്ത് വെച്ചു. ഇനിയിപ്പം മീനൊക്കെ നന്നായിട്ട് രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അങ്ങ് തീരെ ഒരുപാട് മുരിഞ്ഞു പോകും. ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ പൊരിച്ച് അതിൽ തന്നെ വെക്കുവാണെങ്കിൽ ഒരുപാട് മുരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ മുരിഞ്ഞാലും കൊള്ളത്തില്ല, മീനിൻ്റെ ആ ടേസ്റ്റൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ അവൾക്കുള്ള മീനെടുത്തു. പിന്നെ നമ്മുടെ തോരനും റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഉമ്മച്ചി അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ചിങ്ങ തോരനും, ഇത് രണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. മീൻ പൊരിച്ചതും അച്ചിങ്ങ, ബീൻസ്, കോവയ്ക്ക ഇങ്ങനത്തെ തോരനുകളൊക്കെ. മെഴുക്കുവരട്ടി എന്നാണ് അവൾ പറയുന്നത് കേട്ടോ. തോരനാണെങ്കിലും മെഴുക്കുവരട്ടിക്കാണെങ്കിലും പച്ചക്കറി ഏത് ഐറ്റത്തിനും മെഴുക്കുവരട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ, മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ. അങ്ങനെ ഇതാ ഞാൻ അവൾക്കുള്ള ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ മീനൊക്കെ പിച്ചിട്ട് കൊടുക്കും. അവൾക്ക് തന്നെ വാരി കഴിക്കണം കേട്ടോ, അതാണ് ഇഷ്ടം. അപ്പോൾ കുഞ്ഞിലെ മുതൽ അവൾ കഴിക്കാൻ തുടങ്ങിയ ആ ഒരു സമയം തൊട്ടേ, അതായത് 6 മാസം തൊട്ടൊന്നുമല്ല, ഇങ്ങനെ വാരി കഴിക്കാൻ തുടങ്ങിയ ആ സമയത്ത്, എനിക്ക് തോന്നുന്നു ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ടാന്ന് തോന്നുന്നു, ഇങ്ങനെ ചോറൊക്കെ അവൾക്ക് തന്നെ വാരി കഴിക്കണം. ഇപ്പോൾ ആൾക്ക് 2 വയസ്സ് കഴിഞ്ഞു കേട്ടോ, ഒരു 2.25 വയസ്സായി. ഒക്ടോബറിലാണ് അവളുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ അവൾ തന്നെ വാരി കഴിക്കുന്നതാണ്. മീനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വാരി കഴിച്ചോളും. ഇല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ കുഴച്ചിടും, കഴിക്കത്തില്ല. പിന്നെ ഞാൻ പുറത്തുകൂടെയൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കഴിപ്പിക്കും. ഇന്ന് ആൾക്ക് വിശക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ അവൾ കഴിക്കുകയാണ്. അങ്ങനെ മീനൊക്കെ ഞാൻ പിച്ചിട്ട് കൊടുത്തു. അവൾ തന്നെ തോരനുമൊക്കെ കൂട്ടിയിട്ട് പച്ചമുളകൊക്കെ ഉണ്ടോ എരിവൊക്കെ ഉണ്ടോ നോക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അവൾ അത് മാറ്റിക്കോളൂ കേട്ടോ. അതുപോലെ മുള്ളെന്തെങ്കിലും ഉണ്ടെങ്കിലും ഉമ്മി മുള്ളെന്നും പറഞ്ഞ് കാണിച്ചു തരും കേട്ടോ. മീനൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മീനാണ് അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡെന്ന് തന്നെ പറയാം. മീനുണ്ടെങ്കിൽ അവൾ രാത്രിയിലും ചോറ് തന്നെ കഴിച്ചോളും കേട്ടോ. മീനൊക്കെ കൂട്ടിയിട്ട് അവൾക്ക് ചോറും മീനും ഒക്കെയാണ് ഇഷ്ടം.
അങ്ങനെ ഇതാ ആൾ വാരി വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നോട് പറയുകയാണേ കണ്ണടച്ചിരിക്കുക. ഞാനപ്പോൾ പറയും പൂച്ച വന്ന് ചോറെടുത്തുകൊണ്ട് പോകുന്നെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് അവൾ തന്നെ കണ്ണടച്ച് ചോറ് വാരി തിന്നുന്നതാണ് കണ്ടത്. അങ്ങനെ ഇപ്പം അവൾ ചോറെല്ലാം വാരി കഴിച്ചു കേട്ടോ, ഫുള്ള് കഴിച്ചേ. ഇനിയിപ്പം കുറച്ച് നേരം ഉറക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചോറൊക്കെ ഫുള്ളായിട്ട് കഴിച്ചതിന് ശേഷം കൈയൊക്കെ കഴുകി ഞാനെന്നാൽ കുറച്ച് നേരം നമുക്ക് ഉറങ്ങാം കിടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ട് കിടത്തി കേട്ടോ. എവിടുന്ന് അവൾ ഉറങ്ങിയൊന്നുമില്ല. അവൾക്ക് ഉറക്കം വന്നില്ല എന്ന് തോന്നുന്നു, ചുമ്മാ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൾ കയറി കിടന്ന് ഉറങ്ങിയത്. സന്ധ്യയൊക്കെ കഴിഞ്ഞു. രാത്രി ഒരു 9 മണിയൊക്കെ ആയി ഇന്നത്തെ ദിവസം അവൾ ഉറങ്ങിയപ്പം. ചില ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് അങ്ങ് ഉറങ്ങിക്കോളും, ചില ദിവസങ്ങളിൽ അങ്ങ് ഉറങ്ങത്തുമില്ല. അപ്പോൾ ഇതാ അങ്ങനെ മീനൊക്കെ കൂട്ടി ഫുള്ള് ചോറിട്ട് പാത്രം എൻ്റെ കയ്യിൽ തന്നു കേട്ടോ, മിടുക്കിയായിട്ട്. അങ്ങനെ അൽഹംദുലില്ലാ മൊത്തം ചോറുണ്ട്. അങ്ങനെ ഇനിയിപ്പം കുറച്ച് നേരം ഞങ്ങൾ പോയി റെസ്റ്റൊക്കെ എടുത്തു. കുറച്ച് നേരം ഒന്ന് കിടന്ന് അവൾ ഉറങ്ങുന്നോർത്ത് ഞാൻ കിടന്ന, പക്ഷേ അവൾക്ക് ഉറങ്ങിയൊന്നുമില്ല. അതിനുശേഷം എന്താ ഞാൻ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരാറായപ്പോൾ ഓട്ടോക്കാരെ വിളിച്ച് കേട്ടോ, വഴിയിലോട്ട് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് വഴിയിലോട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ടിറക്കുന്നത്. ഓട്ടോ ഇങ്ങോട്ട് കയറി വരും, ഓട്ടോയും കാറും കയറി വരും. പക്ഷേ എന്നാലും ഓട്ടോക്കാരനെ ആ വഴിയിലേ ഇറക്കുകയുള്ളൂ, ഇങ്ങോട്ട് കയറി വരത്തില്ല. അപ്പോൾ എന്തായാലും പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ മക്കൾ വന്നു കേട്ടോ. അങ്ങനെ സ്കൂൾ വിട്ട് 2 പേരും വന്നിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആയി കേട്ടോ, 4 മണിയാകുമ്പോഴാണ് ഇന്നും വരുന്നത്. അങ്ങനെ എന്താ അവശതയായിട്ടൊക്കെ വരികയാണ്. സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്ക് എന്തായാലും ഒരു അവശതയാണല്ലേ, രാവിലെ നേരത്തെ എഴുന്നേറ്റൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുകാലം ഓർക്കുകയാണ് കേട്ടോ. സ്കൂൾ വിട്ട് ഓടി വരുന്നതേ യൂണിഫോം മാറുക, ചോറെടുത്ത് ഉണ്ണുക. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്, അവർക്ക് ചോറൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ മോൾക്ക് പിന്നെ ഈ ചോറൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഉച്ചയ്ക്ക് വല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ് കൊണ്ടുപോയെങ്കിൽ വന്നുടനെ ചോറുണ്ണും. മോൻ കഴിക്കില്ല, അവന് വൈകുന്നേരം വന്നിട്ട് വേറെ എന്തെങ്കിലും സാധനം വേണം. അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി വയ്ക്കും. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഞാനങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറേ ഇല്ല, സമയം കിട്ടാറില്ല. മോളുടെ പുറകെയൊക്കെ നടന്ന് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുകയോ എഡിറ്റ് ചെയ്യും, അങ്ങനെ അപ്ലോഡ് ചെയ്യാനൊക്കെ. അങ്ങനെ അവൾ ഉറങ്ങുന്ന സമയത്ത് അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ അങ്ങനെ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് മേടിച്ചുകൊണ്ട് വരുവേ. അപ്പോൾ ഇന്ന് ഏത്തയ്ക്കാപ്പം ഫ്രിഡ്ജിലിരിക്കുന്നത് കൊണ്ട് തന്നെ, ഫ്രിഡ്ജിൽ ചോക്കോ ബാറും ഇവിടെ ഏത്തയ്ക്കാപ്പം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് നേരെ രണ്ടൊരു അടുക്കളയിലോട്ട് ഓടി ചെന്ന് കേട്ടോ. അപ്പം നേരെ ചോക്കോ ബാറിലോട്ടാണ് ചെന്നത്. അതാണല്ലോ ഐസ്ക്രീമും മിഠായിയൊക്കെ ആണല്ലോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ സ്കൂളിൽ മോളുടെ ക്ലാസ്സിൽ 6 ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ 2 മിഠായി അയാനും കുഞ്ഞിപ്പെണ്ണിനും കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, മിഠായി കണ്ടതിൻ്റെ സന്തോഷം. അങ്ങനെ ഇതാ സ്കൂൾ വിട്ട് വന്ന ഉടനെ നേരെ അടുക്കളയിലോട്ട് കയ്യും കഴുകിയിട്ടിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞേ, നീ നേരെ അടുക്കളയിലോട്ട് വന്ന് കഴിക്കുന്നതൊക്കെ നിൻ്റെ ഫ്രണ്ട്സൊക്കെ വീഡിയോ കാണുമ്പോൾ കാണുമെന്ന്. അതിനാണ് അവൾ ആ കരയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ വിശന്നല്ലേ വരുന്നത്. അങ്ങനെ ഇതാ അവർ കൈയൊക്കെ ഞാൻ പറഞ്ഞു സ്നാക്സൊക്കെ ആണെങ്കിൽ അവർ കൈയൊക്കെ കഴുകിയിട്ട് സ്നാക്സ് ഇതുപോലെ കഴിച്ചിട്ട് പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറി കുളിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ദേഹത്തൊന്നും ആകത്തില്ലല്ലോ, അവരും വിശന്നല്ലേ വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വധിച്ചു കൊടുക്കും. അല്ലാതെ ചോറോ അങ്ങനെ വേറെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് വിശപ്പാണെങ്കിൽ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് കഴിക്കാൻ പറയും, ഇല്ലെങ്കിൽ എന്തായാലും പോയി കുളിക്കാൻ പറയും. കുറച്ച് നേരം കുളിക്കേണ്ട, താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ സന്ധ്യയാകും കേട്ടോ മോളൊക്കെ കുളിക്കാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇക്ക വന്നു കേട്ടോ. ഇക്ക വന്നു, ഇനിയിപ്പം ഇക്കാക്ക് കഴിക്കാനുള്ളതും കൊടുക്കണം. അങ്ങനെ ഞാനും കഴിക്കാൻ പോവാണ്. ഞാനും കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ കയറി കിടന്നില്ലേ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി, ഉറക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ ഉറങ്ങിയില്ല. ഞാൻ പിന്നെ അവിടെ ഫോണൊക്കെ കണ്ടുകൊണ്ടെങ്കിൽ കിടന്നു. ഞാനും കഴിച്ചില്ലായിരുന്നു കേട്ടോ, എനിക്കും വിശക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പം ഇക്ക പറഞ്ഞ് കുളിച്ചിട്ടൊക്കെ വരാമെന്ന്. പക്ഷേ എനിക്ക് നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ എടുത്ത് കഴിക്കാൻ പോവുകയാണേ. അപ്പം മക്കളിതാ ഐസ്ക്രീം കണ്ട ഉടനെ അതെടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഐസ്ക്രീം കുഞ്ഞ് കഴിച്ചിട്ടിരുന്നാലും അവൾക്കും ഐസ്ക്രീം കാണുമ്പോൾ അവൾ ചോദിക്കാതിരിക്കുമോ. അങ്ങനെ മോള് ഇച്ചിരി ഐസ്ക്രീമൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറെടുക്കുകയാണ് കേട്ടോ. മീൻ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് മീനാണെങ്കിലും ഞാൻ തല എടുത്ത് കൂട്ടും കേട്ടോ. അപ്പോൾ മീൻകറി നമ്മുടെ പൊരിച്ച് വെച്ചിട്ട മീനൊക്കെ തണുത്തു. എനിക്ക് ചൂടോടെയാണ് ഇഷ്ടം. പിന്നെ എന്ത് ചെയ്യാനാണ്, പോയി കിടന്നല്ലോ എന്ന് ഓർത്തു. ഞാൻ രണ്ടാമത് ചൂടാക്കിയൊന്നും ഞാൻ കഴിക്കത്തില്ല, അതെനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മുടെ തോരൻ. അപ്പോൾ ഇത്രയാണ് ഉച്ചയ്ക്കത്തെ നമ്മുടെ ലഞ്ച്. അപ്പം നേരത്തെ കണ്ടതാണല്ലോ അല്ലേ. അപ്പം ഞാൻ വൈകുന്നേരമായി കഴിക്കാനായിട്ട്. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല മീൻകറിയും നല്ല തോരനും മീൻ പൊരിച്ചതുമായിരുന്നേ. ഫുഡൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ മക്കളെ കുളിയൊക്കെ കഴിഞ്ഞു, നിസ്കാരവും ഒക്കെ കഴിഞ്ഞു. കുഞ്ഞുങ്ങളിതാ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. പഠിക്കുകയല്ല, പടം വരയ്ക്കുകയാണ് കേട്ടോ. പടം വരയ്ക്കുന്നത് ഞാൻ മിസ്സിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പഠിക്കാൻ ഞാൻ വിളിച്ചു. മിസ്സിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതിനാണ് അവൻ കൈകൊണ്ട് വേണ്ടാന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ പടം വരെയൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നിരുന്ന് പഠിച്ചു കേട്ടോ. പഠിച്ച് പിന്നെ ചോറ് കൊണ്ടിട്ട് ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ കയറ്റി കിടത്തുവേ.
അപ്പോൾ അത് കഴിഞ്ഞ് സന്ധ്യയായി മഗ്‌രിബിന് നേരെ ആയതുകൊണ്ട് തന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഖുർആൻ ഓതാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.